ഇങ്ങനെ ഒരു മഴക്കാഴ്ച ആസ്വദിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാണ്? എക്സൈറ്റ് ആൻഡ് എക്സ്പ്ലോർ ഇന്ന് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വാഗമണിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഫാൽക്കൺ ക്രസ്റ്റ് എന്ന റിസോർട്ടിലേക്കാണ്. ഇവിടേക്കുള്ള വഴി അല്പം ദുർഘടം പിടിച്ചതാണെങ്കിലും ശ്രദ്ധിച്ചോടിച്ചാൽ സുരക്ഷിതമായി തന്നെ നമുക്ക് റിസോർട്ടിൽ എത്തിച്ചേരാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കിയ ഞങ്ങൾക്ക് സ്വന്തം വാഹനത്തിൽ തന്നെ റൂമിലേക്ക് എത്തുവാൻ പറ്റി. ഹിൽ വ്യൂ കോട്ടേജ് എന്ന് പേര് നൽകിയിട്ടുള്ള ഒരു 2 ബെഡ്റൂം കോട്ടേജാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 റൂമുകളാണ് ഇവിടെ ഉണ്ടായത്. ഒരു ക്യൂൻ സൈസ് ബെഡായിരുന്നു നമുക്ക് ഇവിടെ ഉള്ളത്. റൂമിനോട് അറ്റാച്ച് ചെയ്ത് മനോഹരമായ വ്യൂയോട് കൂടിയ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. പ്രശാന്ത സുന്ദരമായിരുന്നു ഈ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. നല്ല വൃത്തിയും വലിപ്പവുമുള്ള ബാത്റൂമായിരുന്നു റൂമിനോട് ചേർന്നുണ്ടായിരുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം ശാന്തമായി ഉറങ്ങിയ സന്തോഷത്തിലാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. രാവിലത്തെ ബാൽക്കണി വ്യൂ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. എത്രത്തോളം ഈ ക്യാമറയ്ക്ക് ആ മനോഹാരിത പകർത്താൻ കഴിയുമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിനുള്ള നമ്പർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂട്ടത്തിൽ അപേക്ഷിക്കുകയാണ്. തിരക്കേറിയ നിങ്ങളുടെ ജീവിതത്തിൽ ഒരൽപ്പം ശാന്തി, സമാധാനം, റിഫ്രഷ്മെൻറ്റ് ഇത് തേടി വരുന്നവർക്ക് ഈ പ്രോപ്പർട്ടി കണ്ണും പൂട്ടി തിരഞ്ഞെടുക്കാനാകുന്ന ഒന്നാന്തരം ഓപ്ഷനാണ്. ഇതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിഞ്ഞ ഹിൽ വ്യൂ കോട്ടേജിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ. അതിവിശാലമായ ഏരിയ ആണ് ഈ റിസോർട്ടിലുള്ളത്. ഈ വിശാലമായ ഏരിയകൾക്കിടയിൽ പല കാറ്റഗറിയിലുള്ള റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഓരോ റൂമിനും ആവശ്യത്തിന് പ്രൈവസി നൽകിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ നിർമ്മാണം എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. നടപ്പാതകളിൽ ഇരിക്കുവാനും താഴ്വരയുടെ വ്യൂ ആസ്വദിക്കാനുമായി ഇതുപോലെയുള്ള ബെഞ്ചുകൾ ഇവിടെയാകെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് സമാനമായ മറ്റൊരു കോട്ടേജാണ്. ഈ കാണുന്നത് ഇവിടുത്തെ സൂപ്പർ ഡീലക്സ് കാറ്റഗറിയിൽപ്പെട്ട ഒരു റൂമാണ്. ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാലും നമുക്ക് ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ റൂമുകൾ കാണുവാൻ സാധിക്കുന്നു. വീണ്ടും ബാൽക്കണിയിലെത്തിയപ്പോൾ കോടമഞ്ഞ് തേയിലച്ചെടികളെ തലോടി നീങ്ങുന്നത് കാണാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ
ഈ മനോഹര കാഴ്ച എത്രത്തോളം ഈ ക്യാമറയ്ക്ക് പകർത്താൻ കഴിയുമെന്ന് എനിക്ക് ആശങ്കയുണ്ടായി. റൂമിന് വെളിയിലായുള്ള ഇതുപോലത്തെ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ കാണുവാൻ അതീവ ഭംഗിയായിരുന്നു. നടപ്പാതകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ബെഞ്ചിലിരുന്ന് തന്നെ നമുക്ക് ഈ കാഴ്ചകൾ വേണ്ടുവോളം ആസ്വദിക്കാനും കഴിയും. ഇവിടെ ഇങ്ങനെ റിലാക്സായിരുന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ നമുക്ക് കൂട്ടായി ചെറുകിളികളുടെ സംഗീതവും ഉണ്ടായിരുന്നു. കണ്ണിന് കുളിർമേകുന്ന ഇത്തരം കാഴ്ചകൾ അനവധിയാണ് ഈ റിസോർട്ടിൽ. റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. റിസപ്ഷന് വെളിയിലും മനോഹരമായ കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കുറച്ച് താഴത്തായി കിഡ്സ് പ്ലേ ഏരിയയും റിസപ്ഷനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ടും സജ്ജീകരിച്ചിരുന്നു. അതീവ രുചികരമായ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. ബുഫേ സംവിധാനത്തിലുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റിൽ വളരെ രുചികരമായ വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ച് കഴിച്ചു. ഒപ്പം ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസും ഞങ്ങൾ കുടിച്ചു. പ്രായമായ മാതാപിതാക്കളൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഈ ബാൽക്കണിയിലിരുന്നുള്ള മഴ ആസ്വാദനം മനസ്സിനും കണ്ണിനും വല്ലാത്തൊരു കുളിർമ തന്നെയായിരുന്നു. മനോഹരമായ ഈ മഴയോർമ്മയോട് കൂടി ഞാൻ ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.